ഈ സോഷ്യൽ മീഡിയയെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വില്ലനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ടൊവിനോ തോമസിന്റെ ജീവിതത്തിലാണ്. ABCD എന്ന ചിത്രത്തിലെ വില്ലനായി മലയാള സിനിമയിലെത്തിയ ടൊവിനോ തോമസ് ഇപ്പോൾ മുൻനിര യുവനായകന്മാരുടെ കൂട്ടത്തിലാണ്. എന്നാൽ തന്റെ കരിയർ തകർക്കാൻ ചിലർ ആസൂത്രിതമായി നീക്കം നടത്തുന്നുണ്ട് എന്നാണ് ടൊവിനോ ഇപ്പോൾ ആരോപിക്കുന്നത്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ടൊവിനോ ഇങ്ങനെ പറഞ്ഞത്. എന്റെ കരിയർ തകർക്കാൻ ചിലർ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ജനങ്ങൾക്കിടയിലെ എന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യമെന്നും ടൊവിനോ പറയുന്നു. എന്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുന്ന ആരാണെന്ന് എനിക്കറിയാമെന്നും ടൊവിനോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ആസൂത്രിതമായ നീക്കം നടത്തുന്നത്. ഇതിന് പിന്നിലുള്ളവരെ ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല. സമകാലിക വിഷയങ്ങളിൽ ഇനി ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കില്ലെന്നും ടൊവിനോ പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയായ അർത്ഥത്തിൽ എടുക്കാൻ കഴിയാത്ത ജനതയ്ക്ക് മുന്നിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എഡിറ്റ് ചെയ്ത വീഡിയോകളിലൂടെയും ട്രോളുകളിലൂടെയുമാണ് പലരും എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഒരു ദിവസം ഒരു ട്രോൾ പേജിൽ എന്നെ കുറിച്ച് 8 ട്രോളുകൾ വരെ വന്നു. എന്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ടൊവിനോ മോശമായി പെരുമാറി എന്ന തലക്കെട്ട് കൊടുത്ത് വാർത്തയാക്കി. രാത്രി ചാറ്റ് ചെയ്യാനും ഫേക്ക് ഐഡിയിൽ നിന്ന് ചൊറിയാനും മാത്രമാണ് ചിലർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അവിടെ എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ടൊവിനോ പറഞ്ഞു. ടൊവിനോയ്ക്ക് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സെലിബ്രിറ്റികൾക്ക് എതിരെ ധാരാളം ആക്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെതിരെ പരാതി പറഞ്ഞാലും പരിഹാരമില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് നടിയും മോഡലുമായ അമല റോസ് കുര്യനാണ്. നിരന്തരം പരാതി ഉന്നയിച്ചിട്ടും തന്നെ സഹായിക്കാൻ ഒരു നിയമമോ നീതിപീഠമോ ഇല്ലെന്നാണ് അമല പറയുന്നത്. നടിയുടെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പ്രണയാഭ്യർത്ഥനകളും വിവാഹാഭ്യർത്ഥനകളും തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ പേരിലുള്ള വ്യാജ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ നൽകിയിട്ടാണ് താൻ പരാതി നൽകിയിട്ടുള്ളത്. എന്നിട്ടും പോലീസ് നടപടിയൊന്നും എടുത്തിരുന്നില്ല. അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയ വഴി തന്റെ ദുരവസ്ഥ തുറന്നു കാണിച്ചിരിക്കുകയാണ് നടി. സൈബർ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ ജനുവരിയിലാണ് എന്റെ പേരിൽ മറ്റൊരു വ്യാജ അക്കൗണ്ട് ഉള്ള കാര്യം താൻ അറിയുന്നതെന്നും അമല പറയുന്നു. എന്റെ ഫോട്ടോസ് ഉപയോഗിച്ച് മറ്റൊരു പെൺകുട്ടി മാട്രിമോണിയിൽ വിവാഹത്തിന് വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം പല പേരുകളിൽ നവമാധ്യമങ്ങൾ വഴി തന്റെ ഫോട്ടോ കൊണ്ട് പ്രണയാഭ്യർത്ഥനയും വിവാഹാഭ്യർത്ഥനയും നടത്തുകയായിരുന്നു. തന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് 2 നഴ്സിംഗ് വിദ്യാർത്ഥികളാണെന്നാണ് അമല പറയുന്നത്. എന്നാൽ ഇവരെ ഇതുവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറഞ്ഞ് താൻ സൈബർ സെൽ നൽകിയ പരാതിയിൽ മറ്റു നടപടികളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. ഇതിനുവേണ്ടി പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയത് മാത്രമാണ് മിച്ചം. തന്റെ ഫോട്ടോ വെച്ച് നിഖിത, നിമ്മി, തുമ്പി എങ്ങനെ നിരവധി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടെന്നും അവരിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് വ്യാജമാണെന്ന് മനസ്സിലാക്കണമെന്നും എല്ലാവരോടും അമല തന്റെ FB-യിലൂടെ പറയുകയാണ്. എനിക്ക് നിലവിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടേ ഉള്ളൂ. വാട്സ്ആപ്പ് നമ്പർ അടുത്ത സുഹൃത്തുക്കളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് IMO ഇല്ല. ഞാൻ മാട്രിമോണിയിൽ പരസ്യം നൽകിയിട്ടില്ല. തൽക്കാലം വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെന്നും നടി പറയുന്നു. എല്ലാ പെൺകുട്ടികളെ പോലെയും എന്നെ സഹായിക്കാൻ ഇവിടെ ഒരു നിയമമോ നീതിപീഠമോ ഇല്ല. എന്റെ പ്രതികരണം ഞാൻ ഫേസ്ബുക്കിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അമല പറയുന്നു. എല്ലാവരും തന്റെ പോസ്റ്റ് ഷെയർ ചെയ്യണമെന്നും മാക്സിമം ആളുകളിൽ എത്തിക്കണമെന്നും അമല അപേക്ഷിക്കുന്നു.